കുളിച്ചു, ഫുഡ് ഓർഡർ ചെയ്തു, കഴിച്ചു, കിടന്നുറങ്ങി. നെഗറ്റീവാണ് ഫീൽ ചെയ്തത്. മോർണിംഗ്. ഇപ്പം എണീറ്റേ ഉള്ളു. എത്രയും സമയം 7:46. അപ്പം എണീറ്റേ ഉള്ളു കേട്ടോ. ഇന്നലെ വന്നിട്ട് നേരെ വന്നു, കുളിച്ചു, ഫുഡ് ഓർഡർ ചെയ്തു, കഴിച്ചു, കിടന്നുറങ്ങി. അപ്പം ഇന്നിപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്. രാവിലെ ഫുഡ് ഇവിടുന്നുണ്ട്, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്. കുളിച്ച് കഴിച്ചിട്ട് നമുക്ക് നേരെ സൂയിലോട്ട് പോവാം. ശബ്ദമൊക്കെ പോയി, ക്ഷീണമുണ്ട്, എന്നാലും നമുക്ക് ജില്ലായിട്ട് നിന്ന് ഓരോന്ന് പോവാം. അപ്പം നമ്മൾ ഒരുങ്ങി. അതുപോലെ ഞാൻ ഒരുങ്ങാൻ താമസിച്ചത്. ഒരുങ്ങിയിട്ടാണ് നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ബുഫേ ആയിരുന്നു. ഇഡ്ഡലി, ദോശ, സാമ്പാർ, ചട്നി, പൂരി, എഗ് റോസ്റ്റ്, കൂടാതെ ചായ, കാപ്പി, പാല്, 2 ടൈപ്പ് ജ്യൂസ്. ഇതിൽ പൂരിയും എഗ് റോസ്റ്റും നന്നായിരുന്നു. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൻ്റെ പേര് SPS കിങ്സ്വേ എന്നാണ് കേട്ടോ. അപ്പം റൂമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റൂമിൻ്റെ റേറ്റ് ഞാൻ പറയാം. 3500 ആയിരുന്നു റേറ്റ്. പിന്നെ റൂമും സാറ്റിസ്ഫൈഡ് അല്ല, സർവീസ് സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ഇപ്പം കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റിൽ ഇപ്പോൾ ബുഫേ ആണെന്ന് പറഞ്ഞാലും പൂരിയും മുട്ടക്കറിയും ഉണ്ട്, അതേപോലെ ദോശയും ഇഡലിയും ചമ്മന്തി സാമ്പാറും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇന്നലെ ആണെങ്കിലും ഫുഡിന് വേണ്ടി നമ്മൾ തിരക്കിയിട്ട് അവർ തിരിച്ചൊന്ന് വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതേപോലെ ഇവിടെ നമുക്ക് വെക്കുമല്ലോ ചായക്കും കാപ്പിക്കും ഒക്കെ വെക്കുന്നത്, അത് തീർന്നിട്ടെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് ഇപ്പം റൂം ബോയ്സ് ഇല്ല, പിന്നെ വിളിക്കാം, അങ്ങനെ ഒക്കെങ്കിൽ കൊണ്ടുതരാം. അങ്ങനത്തെ ഗ്ലാസ് ആണെങ്കിലും സ്പൂണിൻ്റെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അത് നല്ലപോലെ അഴുക്കുണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഇനി ഇപ്പം നമ്മൾ ഒരിടത്ത് പോവുകയാണെങ്കിൽ നമുക്ക് തോന്നുമല്ലോ ഇനി വരണോ. ചിലയിടത്താണെങ്കിൽ ഇനി നമ്മൾ ഈ സ്ഥലത്ത് വരുവാണെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണമെന്ന് തോന്നുമല്ലോ. നമുക്ക് ഇത് മൊത്തത്തിൽ നെഗറ്റീവാണ് ഫീൽ ചെയ്തത്. ആർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇനി ഇങ്ങോട്ട് വരികയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമുക്ക് നേരെ സൂയിലേക്ക് പോകാം. നമ്മൾ സൂയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ടിക്കറ്റൊക്കെ എടുക്കണം. ഇന്നലത്തെ പോലെ രേഷ്മയും ലവും ഒക്കെ കൂടെ കൂടിക്കോളും കേട്ടോ. അവർക്കൊരു ഇച്ചിരി ആവശ്യമുണ്ട്. അപ്പോൾ പോയിട്ട് നേരെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോളും. അപ്പോൾ നമുക്ക് നേരെ സൂയിലോട്ട് കയറാം. രാവിലെ തന്നെ നല്ല ചൂടുണ്ടായിരുന്നു, അതുപോലെ നല്ല തിരക്കും. അതുകൊണ്ട് തന്നെ സൂ ഞങ്ങൾ ബാറ്ററി കാറിൽ കയറി കാണാമെന്നാണ് പ്ലാൻ ചെയ്തത്. 1 മണിക്കൂർ കഴിഞ്ഞാൽ ബാറ്ററി കാർ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ വിചാരിച്ചു, അവിടുത്തെ ചേട്ടൻ നല്ല സ്വീറ്റായിരുന്നു, നല്ലതായിട്ട് പറഞ്ഞു തന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടുത്തെ അക്വേറിയം വേറെ മ്യൂസിയം ഉണ്ട്, അപ്പം അത് കയറി ആ സമയം കൊണ്ട് കണ്ടിട്ട് അത് ബുക്ക് ചെയ്തിട്ടു, ബാറ്ററി കാർ ബുക്ക് ചെയ്തിട്ടു. അപ്പോഴത്തേന് രേഷ്മയും വരുമല്ലോ. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ കണ്ടിട്ട് വരാം. അങ്ങനെ അക്വേറിയം കാണാൻ ഞങ്ങൾ കയറി. 20 രൂപയാണ് ഒരാൾക്ക് റേറ്റ് വരുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള, നല്ല ഭംഗിയുള്ള, അല്പം സ്കേറി ആയിട്ടുള്ള മീനുകളും ഉണ്ടായിരുന്നു. എനിക്കിതിൽ ഒത്തിരി മീനുകളെ ഇഷ്ടമായി. എന്നാലും കൂടുതൽ ഇഷ്ടമായത് ടെക്സസ് ഫിഷ്, ടെട്രാ ഫിഷ്, ബ്ലാക്ക് ഗോസ്റ്റ് നൈഫ് ഫിഷ് എന്നിവയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് ഇത്. നല്ല ഗ്ലോ ആണ് ഇതിന് കാണാൻ. പിന്നെ ഇഷ്ടപ്പെട്ടതാ ഇത്. ഭയങ്കര കളർഫുൾ ആണ്, ഒത്തിരി കുഞ്ഞു കുഞ്ഞു മീനുകളായിട്ട്. ഇതിൽ പേടി തോന്നിയ ഒന്നുണ്ട്, അലിഗേറ്റർ ഗാർ. അതിന്റെ കണ്ണ് കാണാൻ സ്കേറിയായി തോന്നിയത്, ഒരു ചത്ത കണ്ണൊക്കെ പോലെ. ദാ ഇവൻ. നമ്മുടെ നാടിന്റെ പേരുള്ള ഒരു മീൻ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. മിസ് കേരള എന്നു പേരുള്ള ഒരു മീൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏത് മീനെ ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യണേ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതിൽ ഒന്നാട്ടോ ഈ ബ്ലാക്ക് ഗോസ്റ്റ് നൈഫ് ഫിഷ്. ഇതിന്റെ മലയാളം പേര് തൂവൽ മത്സ്യം എന്ന് കേട്ടോ. കറക്റ്റ് തൂവൽ പോലെയാണ് ഇത് പോകുന്നത് കാണാൻ. ഈലിനെ കാണാൻ സ്നേക്ക് ഒക്കെ പോകുന്ന പോലെയുണ്ട്. ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്യാവുന്ന ഒരു കുട്ടി അക്വേറിയം ആണ് ഇവിടെ ഉള്ളത്. നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അകത്തെ കാഴ്ചകൾ മാത്രമല്ല, പുറത്തെ കാഴ്ചകളും. പിന്നെ ഇത് കഴിഞ്ഞ് മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴിക്ക് നിറച്ചും ചെടികൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. മ്യൂസിയത്തിലേക്ക് കയറിയപ്പോഴേക്കും ബാറ്ററി കാർ അവൈലബിൾ ആണെന്ന് കോള് വന്നു. കറക്റ്റ് സമയം രേഷ്മയും എത്തി. ശരിക്കും ഇന്നത്തെ ദിവസം മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കരുതിയതല്ല. എന്തോ ഭാഗ്യം ഞങ്ങൾക്ക് ഇന്ന് കാണാൻ പറ്റി. അതുപോലെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. പിന്നെ പറയാലോ, ഞങ്ങളെക്കാട്ടി ആഗ്രഹിച്ചത് പിള്ളേർ സെറ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ബാറ്ററി കാറിൽ കയറി സൂ കാണാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പു കുഞ്ഞായിരുന്നപ്പോൾ കോവിഡിന് മുന്നേ ഒരു തവണ ഇതുപോലെ സൂയിൽ വന്നിരുന്നു. അതിപ്പോൾ അപ്പുവിന് ഓർമ്മയില്ല. അന്ന് കണ്ട ആനിമൽസ് ഒക്കെയാണ് ഏകദേശം ഇന്നും ഉള്ളത്.
ബാറ്ററി കാർ ഓടിച്ച ചേട്ടൻ ഓരോരോ മൃഗങ്ങളുടെ കാര്യം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ കൂടെ ഈ കാഴ്ച കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു എക്സൈറ്റ്മെന്റും അത്ഭുതവും ഒക്കെ ഇല്ലേ, അത് ഞങ്ങളും നന്നായി എൻജോയ് ചെയ്തു. അങ്ങനെ സൂയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് ജ്യൂസ് ഒക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയി. അങ്ങനെ വീണ്ടും മ്യൂസിയത്തിലേക്ക് കയറി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ കയറിയിട്ടില്ലായിരുന്നു. ഇവിടെ ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. സ്റ്റഫ്ഡ് ആയിട്ടുള്ള പക്ഷികളും മൃഗങ്ങളും കൂടാതെ പലതിന്റെ സ്കെൽറ്റൽ സ്ട്രക്ചേഴ്സ് ഇവിടെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതും കണ്ടതിനു ശേഷം ചെക്ക് ഔട്ടിന് സമയമായി. റൂമിലേക്ക് വന്നു. അപ്പം നമ്മൾ സൂയി പോയിട്ട് വന്നായിരുന്നു. റൂമിലോട്ട് വന്ന് പാക്കൊക്കെ ചെയ്തു. ഇനി നമ്മൾ നേരെ പോകുന്നത്, ഇപ്പോൾ സമയം എത്രയെന്നറിയോ, 2:32 ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇനി നേരെ പോകുന്നത് മദേഴ്സ് വെജ് പ്ലാസ. അവിടെ പോയി സദ്യ കഴിക്കണം. അപ്പം നേരെ അങ്ങോട്ട് പോകാം. അങ്ങനെ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തു. കഴിക്കാൻ മദേഴ്സ് വെജ് പ്ലാസയിൽ എത്തി. വൈകിട്ട് 4:30 വരെ ഇവിടെ സദ്യ അവൈലബിൾ ആയിരുന്നു. അത് ഞങ്ങൾ വിളിച്ച് കൺഫേം ചെയ്തതിനു ശേഷമാണ് കഴിക്കാൻ വന്നത്. തിരുവനന്തപുരത്തുണ്ടായിരുന്നപ്പോൾ 2-3 വട്ടം ഞങ്ങൾ ഇവിടെ നിന്ന് സദ്യ കഴിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഈ ചതയത്തിന് ഇവിടെ നിന്ന് സദ്യ കഴിക്കാമെന്ന് കരുതിയത്. പറയുന്നത് ക്ലീഷേ ഡയലോഗ് ആണെന്ന് അറിയാം, പക്ഷെ പണ്ടത്തെ അത്രയും ടേസ്റ്റ് ഈ തവണ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. പായസത്തിന്റെ കാര്യത്തിൽ അരിപ്പായസം ഒഴികെ ബാക്കി 3 പായസവും എനിക്ക് ഇഷ്ടമായി. അതുപോലെ എടുത്തു പറയേണ്ട ഒന്നാണ് പാൽപായസത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗീ ബോളി. നല്ല ചൂടും സോഫ്റ്റുമായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞു കുഞ്ഞുങ്ങളുടെ താല്പര്യം അനുസരിച്ച് നേരെ ലുലു മാളിലേക്കാണ് പോകുന്നത്. ഇതിനിടയിൽ ലവും അപ്പവും കൂടി ബാക്കിലിരുന്ന് തകർക്കുകയാണ്. മാൾ എത്താറായപ്പോഴേക്കും അവിടേക്ക് തിരിയുന്ന വണ്ടികളുടെ എണ്ണം ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടായിരുന്നു. മാളിലെത്തിയതും ഫണ്ടുവരയിലാണ് കുഞ്ഞുങ്ങൾക്ക് പോകേണ്ടത്. പിന്നെ അവരെ പിടിച്ചിട്ട് കിട്ടിയില്ല. രണ്ടുപേരും നന്നായി എൻജോയ് ചെയ്തു. ഒരു വഴക്കോ കാര്യമോ ഇല്ലാതെ രണ്ടുപേരും കളിച്ചു. ശരിക്കും ഒരു സിനിമ ഡയലോഗ് ഇല്ലേ, പഞ്ചസാരക്കൂനയിൽപ്പെട്ട ഉറുമ്പിന്റെ അവസ്ഥ? അതാണ് അവരുടെ അവസ്ഥ. എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല. ഈ കൂട്ടത്തിൽ ഇവർ ഏറ്റവും നന്നായി എൻജോയ് ചെയ്തത് ഈ ഗെയിമാണ്. ഇതിൽ 2 തവണയാണ് രണ്ടുപേരും കയറിയത്. ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്ന പോലെ അപ്പു എന്ത് കാണിക്കുന്നോ അത് ലവ് ബേബി ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേ നോക്കിയോണേ, ഇപ്പൊ അപ്പു ഒന്ന് വീഴുന്ന പോലെ ഉണ്ട്, ലവും വീഴുവേ. ഇത് ഞങ്ങൾ ഒത്തിരി ചിരിച്ചു കണ്ടിട്ട്. വൈകുന്നേരം 5 മണിക്ക് കയറിയിട്ട് രാത്രി 8 മണിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ മെക്ഡിയിൽ കയറി ഡിന്നർ കഴിച്ചു. രേഷ്മയുടെ ലവിനോട് ടാറ്റ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി. അപ്പം സമയം 8:46 ആയി കേട്ടോ. അപ്പം നമ്മൾ ലുലുന്ന് ഒരു 15-20 മിനിറ്റ്സ് മുന്നേ ഇറങ്ങി. രേഷ്മയും കുഞ്ഞും കൂടി വീട്ടിൽ പോയി. അപ്പൂസ് നല്ല സങ്കടവും കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പൂസിന് നല്ല വിഷമമൊക്കെ ആയി. ഞങ്ങൾക്ക് നല്ല വിഷമമായി. അപ്പം കുഞ്ഞുപിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ. നമ്മൾ കുറേ തവണ ബൈ ഒക്കെ പറഞ്ഞു. പിന്നെയും ഇവർ കളി, പിന്നെയും ബൈ പറയും, പിന്നെയും കളി. നല്ല രസം ഉണ്ടായിരുന്നു. അവർ നല്ല എൻജോയ് ചെയ്തു, ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു. പിന്നെ വിഷമിച്ചൊക്കെ ഞങ്ങൾ ഇറങ്ങി. നേരെ നമ്മൾ വന്നത് ഇവിടെ തിരുവനന്തപുരത്തുള്ള മാത്യൂസ് കേക്കിലാണ്. ഹോം മെയ്ഡ് കേക്ക് തന്നെയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറേ പറയുന്നത് കേട്ടിട്ടുണ്ട് മാത്യൂസ് കേക്ക് എന്ന്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അത് പോയി വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ കേക്ക് വാങ്ങാനായി അവിടേക്ക് ചെന്നു. ഞങ്ങൾ നേരത്തെ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാത്യൂസ് കേക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ആൻറ്റി അങ്കിളുമായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ മാത്യൂസ് കേക്ക് നാളെ കട്ട് ചെയ്യത്തുള്ളൂ. ഇന്നിപ്പം വീട്ടിൽ എത്തുമ്പോൾ 11-12 മണിയൊക്കെ ആവും. എന്തായാലും ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. അപ്പം ബൈ.